നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ 4 പഴം ഒരുക്കിണ്ടായിരുന്നു. നമുക്ക് പഴം വെച്ചും കണ്ട് നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ പോണ്. പക്ഷേ പഴംപൊരി ഉണ്ടാക്കാൻ കടലപ്പൊടി ഇല്ല ഗൈസ്, മൈദ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൈദ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കും. ഓക്കെ, വയു പഴംപൊരിക്കൊരു മഞ്ഞ കളർ വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ടത് ഞാൻ കുറച്ച് ആവശ്യത്തിന് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ടു. പിന്നെ നമുക്ക് എന്ത് വേണം? പഞ്ചസാര വേണം. അപ്പം ഞാൻ പഞ്ചസാര എടുത്തിട്ട് വരാം കേട്ടോ. 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം കേട്ടോ. 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് പിന്നെ ഒന്ന് മിക്സ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മഞ്ഞൾപ്പൊടി കുറവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യണേ. ഞാൻ നമ്മുടെ മൈദ മാവ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പഴം കട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴത്തിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പഴുക്കാത്ത പഴമാണെങ്കിൽ വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല ഗൈസ്. അപ്പം നമ്മൾ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയിട്ട് വരാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് വെളിച്ചെണ്ണ എന്ന് പറയില്ല, സൺഫ്ലവർ ഓയിലാണ്. കുറച്ചധികം ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ പഴംപൊരിക്ക് ഇതാക്കാറ്, അല്ലാണ്ട് വലിയ പീസാക്കാറില്ല. അപ്പോൾ ഞാൻ കൊച്ചിനെ കൊടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് അവൾ കഴിച്ചോളൂ. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കിയും കാട്ട് ഓരോ പഴംപൊരിനെയും പൊരിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് പൊരിക്കാം. നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്തെന്ന് വരെയും വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.